ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 31. ഇതിപ്പോൾ 2025 ഈശോയുടെ ജനനത്തിന്റെ ജൂബിലി ആണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി 2033 ആകുമ്പോൾ ഈശോയുടെ ഉത്ഥാനത്തിന്റെ ജനനത്തിന്റെ 2025 ജൂബിലിയാണ്. 2030 ആകുമ്പോൾ ഈശോ മിശിഹ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തതിന്റെ 2000 വർഷം എന്ന് പറഞ്ഞ മഹാജൂബിലിയാണ്. ആ ജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം അത് നമ്മൾ തിങ്കളാഴ്ചകളിൽ പഴയ നിയമവചനം ആണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൽ 31ാമത്തെ ധ്യാനമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2ാമത്തെ അധ്യായം. ദൈവമായ യാഹ്വേ കിഴക്ക് ഏദനിൽ തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാണാൻ ഭംഗിയുള്ളതും ഭക്ഷിക്കാൻ സ്വാദുള്ളതുമായ പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് മുളപ്പിച്ചു. തോട്ടത്തിന് നടുവിൽ ജീവന്റെ വൃക്ഷവും നന്മത്തന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും അവിടുന്ന് വളർത്തി. കിഴക്ക് ഏദൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിച്ചത്. ഇന്ന് നമുക്ക് ജീവന്റെ വൃക്ഷം എന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം. ജീവന്റെ വൃക്ഷം. ജീവന്റെ വൃക്ഷം എന്ന് വെച്ചാൽ വൃക്ഷം ഒരു ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകമാണ്. അമർത്യത, മരണമില്ലാത്ത അവസ്ഥ, അതിനെയാണ് ജീവന്റെ വൃക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെളിപാട് ദിവസം 2:7, 22:2, 22:14, 22:19 കാണാം. അതാണ് ഒന്നാമത്തെ അർത്ഥം. അതായത് അമർത്യതയുടെ, മരണമില്ലാത്ത അവസ്ഥ, ജീവൻ, എന്നും ജീവിക്കുന്നതിന്റെ നിത്യജീവൻ എന്ന് പറയാം. നിത്യജീവന്റെ ഒരു പ്രതീകമാണ് ജീവന്റെ വൃക്ഷം. ഇതിന് മറ്റൊരർത്ഥമുണ്ട്. ഈ ദൈവിക ജ്ഞാനത്തിന്റെ ചിഹ്നവുമാണ് ഈ ജീവന്റെ വൃക്ഷം. ജീവന്റെ വൃക്ഷം നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനം നമുക്കുണ്ടെന്നാണ്. ദൈവിക ജ്ഞാനം സുഭാഷിതം 3:18 അങ്ങനെ കാണാം. ഈ ദൈവിക ജ്ഞാനം ഉണ്ടാകുന്നതാണ് അമരത്വം നൽകുക, നിത്യജീവൻ നൽകുക എന്ന് കരുതപ്പെടുന്നുണ്ട്. 3:22 ഉൽപ്പത്തി 3:22 കാണാം. ഈശോ മിശിഹ അങ്ങനെ പറയുന്നുണ്ട്. മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാൻ 17:3 പറയുന്നുണ്ട്, ദൈവത്തെയും ദൈവമച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു താതാത്മ്യമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഇപ്പം നമ്മളൊരു റോസപ്പൂവ് എടുത്തു. റോസപ്പൂവിന് ചോദിച്ചു, ഈ റോസപ്പൂവിന് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. എന്താ പേര്? റോസ്. എന്താ കളറ് പറഞ്ഞു. എന്താണ് അതിൻ്റെ തൂക്കം? ഏകദേശം പറഞ്ഞു. എന്താണ് അതിൻ്റെ ഷേപ്പ്, രൂപം? അത് പറഞ്ഞു. എന്താണ് രുചി? രുചി അത് രുചിച്ച് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ റോസാ ദളം നമ്മൾ ഒന്ന് രുചിച്ച് നോക്കി നമ്മളായിട്ട് ഒന്നായി വിചാരിക്കാം. അപ്പോഴല്ലേ ശരിക്കും അറിവാവുള്ളൂ. അല്ലെങ്കിൽ റോസപ്പൂവിനെ കുറിച്ച് ചിലതൊക്കെ അറിയാം, റോസപ്പൂവ് എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അറിവെന്ന് പറഞ്ഞാൽ താതാത്മ്യപ്പെടണം. പഴയ നിയമത്തിൽ ഈ അർത്ഥത്തിലാണ് അറിവെന്ന് ഉപയോഗിക്കുന്നത്. ജോസഫും മറിയത്തെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടില്ലെന്നർത്ഥം. ഒന്നായില്ല, ലൈംഗികമായിട്ട് ഒന്നായില്ല. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ അറിവെന്ന് പറഞ്ഞാൽ ഒന്നാകലാണ്. ദൈവത്തെയും ദൈവമയച്ച പുത്രനെയും അറിയുന്നതാണ്, അവരുമായിട്ട് ഒന്നാകുന്നതാണ് നിത്യജീവൻ. ആ ഒന്നാകല് കൗതാശികമായി നടക്കുന്നതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, അവർ നിത്യമായിട്ട് ജീവിക്കും. ഈ കുർബാന എന്ന് പറഞ്ഞ കർത്താവ് തന്നെയാണ്. കർത്താവിന്റെ പ്രാണനാണ്, ജീവനാണ്. അത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, നിത്യമായി ജീവിക്കും. എന്നിട്ട് അന്ത്യനാളിൽ ഞാൻ അവരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ആ ദൈവികമായ അറിവുണ്ടാകുമ്പോൾ, ഞാൻ പറഞ്ഞ യോഹന്നാൻ 17:3 പറഞ്ഞിരിക്കുന്ന പോലെ ആ തരത്തിൽ ദൈവമായിട്ട് ഒന്നാകുന്ന തരത്തിലുള്ള ഒരു അറിവുണ്ടായാൽ അതാണ് അമർത്യത. അപ്പൊ ഈ രണ്ടർത്ഥങ്ങളും, ദൈവികജ്ഞാനത്തിന്റെ അർത്ഥവും ദൈവികജ്ഞാനത്തിന്റെ ഒരു അടയാളം, അമർത്യതയുടെ അടയാളം, ഇതാണ് ജീവവൃക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ അർത്ഥം. ഈ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി അടച്ചു കെട്ടി. പിന്നെ ദൈവം അവരെ പുറത്താക്കും ചെയ്യുന്നുണ്ട്. ജീവന്റെ വൃക്ഷത്തിന്റെ കനി ഭക്ഷിക്കാതിരിക്കാൻ, അതേക്കുറിച്ച് നമുക്ക് പിന്നീട് കാണാം. ഒറ്റ കാര്യം ഇപ്പൊ പറയാം. ഈ പാപം ചെയ്ത അവസ്ഥയിൽ ജീവന്റെ കനി ഭക്ഷിച്ചാൽ എന്തുണ്ടാകും? അവര് പാപാവസ്ഥയിൽ നിത്യമായി ജീവിക്കും. പാപം ചെയ്ത ഒരവസ്ഥയിൽ ഈ ജീവന്റെ കനി ഭക്ഷിച്ചാൽ അവർ പാപാവസ്ഥയിലായിരിക്കും നിത്യമായിട്ട്. അതുകൊണ്ടാണ് ദൈവം അവിടേക്കുള്ള വഴി അടച്ചു കെട്ടി അവരെ പുറത്താക്കിയത്. ഈ ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് വെളിപാടിന്റെ പുസ്തകം പറയുന്നത്, വെളിപാട് 2:7, ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസായിലേക്കുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്നാൻ കൊടുക്കും. ഉത്തിതനായ കർത്താവ് പറയാണ്, ഈ ഏദൻ തോട്ടത്തിൽ ഞാൻ പുറത്താക്കി ജീവന്റെ കനി ഭക്ഷിക്കാതിരിക്കാൻ. പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്, വിജയം വരിക്കുന്നവന്, ഈശോയുടെ കൂടെ നിന്ന് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം വരിക്കുന്നവന് ഞാൻ ഈ സ്വർഗത്തിന്റെ കവാടം തുറന്ന്
പറുദീസായിലേക്ക് പ്രവേശിപ്പിച്ച് ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുക്കും. എന്ന് വെച്ചാൽ നിത്യജീവൻ ഞാൻ കൊടുക്കും. കർത്താവിനോട് കൂടെ നിന്ന് സാത്താന്റെ തല തകർക്കുന്ന ആ പോരാട്ടത്തിൽ വിജയം വരിക്കുന്നവന്. അപ്പൊ നമ്മുടെ കൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കർത്താവിന് കൂടെ നിൽക്കണം. ഈ കർത്താവ് സാത്താനുമായിട്ടുള്ള പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിന്റെ ഒരു ഘട്ടമാണ് കുരിശിൽ നടന്നത്. അന്ത്യഘട്ടം ഈ യുഗാന്തത്തിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനിടയിലുള്ളത് മുഴുവൻ ചെറിയ ചെറിയ പോരാട്ടങ്ങളാണ്. ഈ പോരാട്ടത്തിൽ ക്രിസ്തുവിനോട് കൂടെ നിന്ന് വിജയം വരിക്കുന്നവന് പറുദീസായിലേക്ക് പുനഃപ്രവേശനം കൊടുത്ത് ജീവവൃക്ഷത്തിന് ഫലം കൊടുക്കുമെന്നാണ് ഈശോയുടെ വാഗ്ദാനം. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലാണ് വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 7 വരെ വാക്യങ്ങൾ. ഈ പറുദീസായിലുള്ള ആ ജീവവൃക്ഷത്തെക്കുറിച്ച് 22-ാമത്തെ അധ്യായം വെളിപാട് പുസ്തകം 22:1-2 കാണാം. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം, രണ്ടുപേരിരിക്കുന്ന ഒരു സിംഹാസനത്തിലാണ് കേട്ടോ. യാക്കോബ് സാക്ഷികൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയണേ. ഈ ഈശോ ദൈവമല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. കൊളോസസ് ലേഖനം 1:19 വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? കൊളോസസ് ലേഖനം 2:9 വായിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നവരാണ് ഈശോ. ദേഹരൂപത്തില് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തില്. കൊളോസസ് ലേഖനം 2:9. അപ്പോ രണ്ടുപേർക്കും കൂടി ഒറ്റ സിംഹാസനമാണ്, ദൈവത്തിനെയും കുഞ്ഞാടിനെയും സിംഹാസനം. ആ സിംഹാസനത്തിന്റെ തൊട്ട് താഴെ പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലം, പരിശുദ്ധാത്മാവ്. അതേ സിംഹാസനത്തിൽ നിന്ന് ആ ജീവജല നദിയും എനിക്ക് അവൻ കാണിച്ചു തന്നു. നഗരവീഥിയുടെ നടുവിൽ നദിയുടെ ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 തരം ഫലങ്ങൾ കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. 12 തരം ഫലം 12 മാസവും. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്കുള്ളതാകുന്നു. ഈ ജീവവൃക്ഷം കുരിശാണെന്നും അത് വെറും മരമല്ലെന്നും അതൊരാളാണെന്നും അത് യേശുക്രിസ്തുവാണെന്നും 1 പത്രോസ് 2:24 കാണാം. അതായത് ഈ ജീവവൃക്ഷം എന്ന് പറയുന്നത് കുരിശാണ്. കുരിശെന്ന് പറഞ്ഞാൽ തടിയല്ല, ആളാണ്. സ്ലീവ എന്ന് സുറിയാനി പറയും. ആളെന്നും അർത്ഥമുണ്ട്, തടിയെന്നും അർത്ഥമുണ്ട്. ആ തടിയിൽ കിടന്ന ആള്, അതാണ് കറക്റ്റ് സ്ലീവ എന്ന് പറഞ്ഞാൽ. ആ ഈശോ മിശിഹ. അപ്പൊ കുഞ്ഞാട്ടിരിക്കുന്ന സിംഹാസനത്തിലല്ലേ, നദിയുടെ അപ്പുറത്തുപുറത്തല്ലേ ജീവവൃക്ഷം എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം പ്രതീകങ്ങളാണ്. ഈ പറുദീസായിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് പറയാണ്. അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അതുപോലത്തെ ഉള്ള ഒരു അവസ്ഥയാണ്. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യകൃതൊന്നും ആസ്വദിച്ചിട്ടില്ല എന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കുഞ്ഞാട് തന്നെയാണ് ജീവന്റെ വൃക്ഷമായ സ്ലീവ. ആ കുരിശാണ്. കുരിശിൽ കിടന്ന യേശുവാണ്. കുരിശിൽ കിടന്ന ഈശോ മിശിഹയാണ് സ്ലീവ. അതാണ് ജീവന്റെ വൃക്ഷമെന്ന് 1 പത്രോസ് 2:24 പറയുന്നുണ്ട്. അവൻ മരത്തിൽ കയറി എന്ന് പറയുന്നത് കുരിശിലേറി എന്നാണ്. കുരിശിലേറിന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മരത്തിലേറി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മരം എന്നാണ്, വൃക്ഷം എന്നല്ല. ഈ വൃക്ഷം എന്നതിന് ഡെൻഡ്രോൺ എന്നാണ് ഗ്രീക്കിൽ. മരം, തടി എന്നതിന് സ്യൂലോൺ എന്നാണ്. ജീവവൃക്ഷം എന്ന് ഉപയോഗിക്കുന്നത് സ്യൂലോൺ സോയേസ് എന്നാണ്. സ്യൂലോൺ ജീവന്റെ വൃക്ഷം എന്നല്ല, ജീവന്റെ തടി. അതായത് ജീവൻ നൽകുന്ന തടി, ജീവൻ നൽകുന്ന ആ മരം ചത്ത തടിയാണ്. ഏതാണത്? ഈ കുരിശ്. ആ കുരിശിൽ കിടക്കുന്ന കർത്താവാണ് ഈ ജീവവൃക്ഷം കുരിശ്. അത് 365 ദിവസവും 12 മാസവും ഫലം നൽകുന്നു. അതിന്റെ ഇലകള്, കൂദാശകള് മനുഷ്യരുടെ, ജനതകളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. കുരിശിന്റെ ഇലകള് അഥവാ കുരിശിന്റെ കൂദാശകള്, ഈ കുരിശിന്റെ ഇലകൾ എന്ന് പറഞ്ഞിട്ട് മാർത്തോമാ ശ്ലീഹായാണ് ഏറ്റവും മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ എറണാകുളം അങ്കമാലിക്കാർക്ക് അത് ക്ലാവറാണ്. പുഷ്പിച്ച കുരിശല്ല, ക്ലാവറാണ്. ചീട്ടുകളിലെ ക്ലാവർ. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ കുരിശിനെ അവമാനിക്കുന്നവരെ. ബൈബിള് വായിക്കില്ല ഇല്ലേ? ഈ കുരിശിന്റെ ഇലകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുഷ്പിച്ച കുരിശ്. അത് ഈ മാർത്തോമാ ശ്ലീഹായുടെ ഒരു ബിബ്ലിക്കൽ ബേസാണ് ഈ പറയുന്നത്. എന്റെ മാസ്റ്റേഴ്സിന്റെ തീസിസ് ഈ ജീവന്റെ വൃക്ഷം എന്നുള്ളതാണ്. വെളിപാട് പുസ്തകത്തിൽ ജീവന്റെ വൃക്ഷം. പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാത്തതിന് കാരണം അവർ ബൈബിൾ വായിക്കുകയോ, ബൈബിൾ വായിച്ചാൽ തന്നെയും അതിനൊരു തുറന്ന മനസ്സോടെ വായിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വചനം അവർ തലയിൽ കയറാത്തത്, അവരുടെ ഹൃദയത്തിലേക്ക് കയറാത്തത്. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഈ കുരിശിനെ സ്വർഗം വരെ മുട്ടുന്ന ഗോവണിയായിട്ട് കർത്താവ് അവതരിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:51. ഈ ഉൽപ്പത്തി പുസ്തകം 28:12 യാക്കോബ് കണ്ട ഗോവണി, ഇത് സ്വർഗം വരെ മുട്ടുന്ന, സ്വർഗത്തിന്റെ കവാടം വരെ മുട്ടുന്ന ഒരു ഗോവണി. അത് ഈശോ മിശിഹ തന്നെയാണ് എന്ന് ഈശോ മിശിഹ വെളിപ്പെടുത്തിയിട്ടുണ്ട് നഥാനിയേലിനോട്, യോഹന്നാൻ 1:51. അതിന്മേൽ മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. അപ്പോൾ സ്വർഗം വരെ മുട്ടുന്ന ഗോവണിയായിട്ട്, ജീവന്റെ വൃക്ഷമായിട്ട് ഈശോ മിശിഹ സ്വയം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ്. അപ്പോ
ഈ ഗോവണിയിൽ കൂടെ പോയാൽ, ഈശോ എന്ന വഴിയിലൂടെ ഗോവണിയിൽ പോയാൽ ദൈവത്തിൽ ഒരിടം. ദൈവത്തിന്റെ സ്വർഗത്തിന്റെ കവാടമാണല്ലോ, ആ കവാടം കടന്നാൽ ദൈവത്തിൽ ഒരിടം, അതിന് സ്വർഗമെന്ന് പറയണേ. അപ്പോൾ ജീവവൃക്ഷത്തിൽ കയറിയാലാണ് ഈ സ്വർഗത്തിന്റെ കവാടത്തിൽ ചെന്ന് അവിടുന്ന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുക. ദൈവത്തിൽ ഒരിടം, അതിനെയാണ് സ്വർഗമെന്ന് പറയണേ. ഇതാണ് ക്രിസ്തു നമുക്ക് നേടിത്തന്നത്. അത് ഇപ്പോഴേ സംഭവിക്കുന്നതാണ് കൂദാശയില്. ഉദാഹരണം പറഞ്ഞാൽ മാമോദീസായില് ഈശോയുടെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. അപ്പോൾ ഈശോയുടെ പാർശ്വത്തിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത് ഈ മാമോദീസ സ്വീകരിക്കുന്ന ആളിലേക്ക്. അതുകൊണ്ട് മുകളിൽ നിന്ന് ഒഴിക്കണേ. വെള്ളത്തിലേക്ക് സ്നാനപ്പെടുക എന്നല്ല കർത്താവ് പറഞ്ഞത്, ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്താന്നാണ്. വെള്ളത്തിലേക്ക് സ്നാനപ്പെടുത്താന്നുള്ളത് യഹോവ സാക്ഷികളെയും ബന്ധകസ്തക്കാരുടെയും ദൈവസഭക്കാരുടെയും വ്യാഖ്യാനം. ബൈബിളിലില്ല അത്. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുക. അവിടെ നിന്നൊഴുകിയ ജീവജലത്താൽ, പുഴയിലെ വെള്ളത്താലല്ല. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ജീവന്റെ വൃക്ഷം എന്ന വാക്കിന്റെ അർത്ഥം. വേറെ ആധുനികമായിട്ട് നോക്കുമ്പോൾ വേറെ ചില ധ്വനികൾ വരാം. ജീവവൃക്ഷത്തിന് വേറെ ധ്വനികളുണ്ട്. ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞ DNA, നമ്മുടെ DNA അത് കൈവയ്ക്കാൻ പാടില്ല. അതായത് ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജീവനെ കൃത്രിമമായി വികസിപ്പിക്കരുത്. ക്ലോണിങ്, IVF അങ്ങനെ ചെയ്യുന്ന പല സംഗതികളുണ്ടല്ലോ. അതൊക്കെ ഈ ജീവവൃക്ഷത്തിൽ കൈവയ്ക്കുന്നതാണ്. അത് തൊടാൻ പാടില്ല. ദൈവത്തോടുള്ള അനുസരണത്തിലാണ് ജീവന്റെ വൃക്ഷം പുഷ്പിക്കേണ്ടത്. അല്ലാതെ ജീവന്റെ വൃക്ഷത്തെ ധിക്കരിച്ച് അതിനെ മാറ്റിമറിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് കാരണം അത് മനുഷ്യവംശത്തിന് നന്മയ്ക്കായിട്ട് വരികയില്ല. ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, അക്രമം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ സംസ്കൃതിയിലും അക്രമം കൂടിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? നമുക്ക് ഇപ്പോ ആദ്യം ഇല്ലേ, നമുക്ക് കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ മടിയില്ല. നമ്മുടെ അവയവത്തിലെ ഒരു ഭാഗം ഇങ്ങനെ ഛേദിച്ച് കളയാൻ നമുക്കൊരു മടിയില്ലായിരുന്നു. അല്ലെങ്കിൽ അത് മടക്കി വെക്കാനൊന്നൊരു മടിയില്ല. പിന്നെ കുറച്ചപ്പം അബോർഷൻ ചെയ്യാൻ മടിയില്ലാണ്ടായി. പിന്നെ കാരുണ്യവധം, മേഴ്സി കില്ലിങ് ഇല്ലേ, പ്രായമായി ഇനി കൊള്ളില്ല, അപ്പോൾ അവരെ കൊന്നുകളയാൻ മടിയില്ല. അപ്പോൾ ആദ്യം കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ, പിന്നെ അബോർഷൻ, പിന്നെ കാരുണ്യവധം. ഇപ്പോൾ ആവശ്യമില്ലാത്തവരൊക്കെ കൊന്നുകളയാൻ. അത് അക്രമം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഈ ജീവവൃക്ഷത്തിൽ നമ്മൾ തൊടാൻ പോയി. ജീവവൃക്ഷം തൊട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഏത് ജീവനെയും നശിപ്പിച്ച് കളയൊരു മടിയിലാണ്ടായി. ഈ പരിണാമ സിദ്ധാന്തം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കണേ. പരിണാമ സിദ്ധാന്തം അനുസരിച്ച് മൃഗത്തിൽ നിന്ന് ഏതോ ഒരു മൃഗത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ മൃഗത്തേക്കാൾ താഴെയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് തെരുവുപട്ടിയെ കൊല്ലാൻ പറ്റില്ല, മനുഷ്യനെ കൊല്ലാം. പശുവിനെ കൊല്ലാൻ പാടില്ല, മനുഷ്യനെ കൊല്ലാം. ആനയെ കൊല്ലാൻ പാടില്ല, മനുഷ്യനെ കൊല്ലാം. കരടിയെ കൊല്ലാൻ പാടില്ല, മനുഷ്യനെ കൊല്ലാം. മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആനകളോട് താഴോട്ട് വരാൻ പറയുന്നു, പുലികളോട് വരാൻ പറയുന്നു. അവരൊക്കെ ക്ഷണിക്കുകയാണ്. ഒരു പുലി നാട്ടിലിറങ്ങിയാൽ എന്ത് ചെയ്യണം? പഞ്ചായത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. എന്നിട്ട് പുലിയോട് പറയണം, പോ പുലിയെ എന്ന് പറയണം. സർക്കാരൊന്നും ചെയ്യില്ല, നിങ്ങൾ പഞ്ചായത്തൊക്കെ കൂടിയിട്ട് വല്ല തീരുമാനം എടുക്കുക. സിനിമാ കഥയിൽ കാണുന്നതിനേക്കാളും ഹാസ്യാത്മകമായിട്ടാണ് നമ്മുടെ ഭരണകർത്താക്കൾ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മൾ മൃഗമാണ് എന്ന് വരുത്തി വെച്ചിരിക്കുക. നമുക്ക് ഏത് ഫിലോസഫി സ്വീകരിക്കണം? ഇനി ശാസ്ത്രമാണെങ്കിൽ പോലും ഏത് ഫിലോസഫി സ്വീകരിക്കണം? നമ്മളെ മൃഗത്തിലേക്ക് താഴോട്ട് വലിച്ചിഴയ്ക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമോ, അതോ നമ്മൾ ദൈവത്തിന്റെ ഛായയാണെന്ന് പറഞ്ഞ് നമ്മളെ ആത്മീയമായിട്ട് ഉന്നതിയിലേക്ക് ഉയർത്തുന്ന ഒരു ദൈവശാസ്ത്രമോ? ഏതാണ് വേണ്ടത്? നമ്മൾ മൃഗത്തെക്കാൾ മോശമാണെന്ന് പറഞ്ഞ് നമ്മളെ താഴോട്ട് വലിക്കുന്ന, അധപതിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണോ നമുക്ക് വേണ്ടത്? ദൈവഛായയാണ് നമ്മൾ എന്ന് നമ്മൾ ഉയർത്തുന്ന ഒരു ആത്മീയ ദൈവശാസ്ത്രമാണോ വേണ്ടത്? ഇത് തീരുമാനിച്ചാൽ ഈ ജീവവൃക്ഷത്തെ നമുക്ക് ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കും. അങ്ങനെ പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും ഇത് കുറെ കൂടെ വിശദീകരിക്കേണ്ടതാണ്. എന്നാൽ ചെറിയ തോതിൽ പറഞ്ഞത് എല്ലാം നിങ്ങൾ ആഴത്തിൽ ധ്യാനിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.